പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. ഈ ബിസിനസ്സിലെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റ് ബിസിനസ്സിലേക്ക് കടന്ന ശേഷം എന്റെ പ്രൊഫഷനൊക്കെ റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ഞാൻ ഇതിനകത്ത് നിൽക്കുന്നു. ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവായിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എനിക്ക് നേഴ്സിംഗ് പ്രൊഫഷനിലെ കൊറോണ വാർഡില് ഒരു 2 മാസത്തോളം ആരും നോ പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യപൂർവ്വം അവരുടെ ഒപ്പം പോയി അവരെ പരിചരിക്കുകയൊക്കെ ചെയ്തു. അവര് മാസ്ക് വയ്ക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുമ്പോ ഞാൻ മാസ്ക് താഴെ ഇടും. അങ്ങനെ 3 പ്രാവശ്യം കൊറോണ പിടിച്ചു. ആ 3ാമത്തെ പ്രാവശ്യം ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുവെങ്കിലും ശ്വാസമുട്ട് വളരെ വല്ലാതെ ബാധിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ഈ 3 മാസത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷമാണ്. എന്റെ ശ്വാസമുട്ട് മാറി, എന്റെ അലർജിക് പ്രോബ്ലം മാറി. എനിക്ക് പല റിസൾട്ട് ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ മകൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് ഞാൻ പല റിസൾട്ടും ഞാൻ എന്റെ ലീഡേഴ്സിനെയും ഗ്രൂപ്പിലായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് വിജയദശമി ദിവസത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ മുമ്പോട്ട് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹത്തിൽ ഭാഷയിൽ ഒരിക്കൽ കൂടി ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അടുത്ത പ്രസന്റേഷന് വേണ്ടിയിട്ട് അഭിലാഷ് സാറിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് 2 വാക്ക്. സാറ് കുമ്പളങ്ങി സ്വദേശക്കാരനാണ്. അതുപോലെ തന്നെ നല്ലൊരു ഗായകനും കൂടിയാണ്. ഒപ്പം ഒത്തിരി ആളുകൾക്ക് ജീവന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം രക്തം ഡൊണേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ച നല്ലൊരു ഗ്രേറ്റ് ലീഡറാണ്. നമ്മുടെ കൂടപ്പറപ്പിനെ പോലെ ചങ്കോട് ചേർത്ത് നിർത്തി ഒരു ടീമിനെ നല്ല കരുത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഗ്രേറ്റ് ലീഡർ കൂടിയാണ്. കാരണം 3 സുഹൃത്ത് ബന്ധങ്ങളില് അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ആ 3 സുഹൃത്തുക്കളിലൂടെ ഈ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഒരു കപ്പലാണെങ്കിൽ കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് പോണെങ്കിൽ എല്ലാ ആളുകളെയും ആ ഒരു ലീഡർ തന്നെ, ഒരു ക്യാപ്റ്റന്റെ കടമയാണ് ആ ലക്ഷ്യസ്ഥാനത്ത് കപ്പൽ എത്തുന്നവരെ അതിലൊരു ബുദ്ധിമുട്ട് കൂടാതെയും അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ അതിന് നല്ലൊരു എഫേർട്ട് ക്യാപ്റ്റൻ എടുക്കണം. ആ ഒരു എഫേർട്ട് എടുത്ത് 5:45 എന്ന സമയമുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളും, ഇപ്പൊ ഗീതമ്മ പറഞ്ഞു, എത്ര പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ ഒരു സൂം നല്ല രീതിയിൽ സാറ് കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ടീമിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവാ എന്ന് കാണിക്കുന്ന ഉത്തമ ഉദാഹരണം തന്നെയാണ് അഭിലാഷ് സാറ്. അഭിലാഷ് സാറിനെ ഈ സൂമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അഭിലാഷ് സർ. താങ്ക് യു സിജി മാം. താങ്ക് യു വെരി മച്ച്. വളരെ വളരെ മനോഹരമായി തന്നെ പരിചയപ്പെടുത്തിയിട്ട് അഭിലാഷ് എന്നാണ്. പുതിയ വ്യക്തികൾ ഉണ്ടാവാം, അതുകൊണ്ട് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തിയത്. എന്റെ പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ. ഓഡിയബിൾ അല്ലേ? കേൾക്കാലോ അല്ലേ? യെസ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിലാണ് താമസിക്കുന്നത്. ബയോട്ടോറിയം ബിസിനസ് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 2.25 വർഷമായിട്ട് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ ആക്റ്റീവായിട്ട് ഈ ബിസിനസ്സിൽ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ ബിസിനസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പാഷനെ പിന്തുടരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സക്സസ് ആവാൻ വേണ്ടി കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ഞാൻ കാണുന്നത് ആ ഒരു രീതിയിലാണ്. ഏറ്റവും ഇന്ന് എന്തിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബയോട്ടോറിയമാണ്, ഈ ബിസിനസ് ആണ് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഒരു സംശയവുമില്ല. കാരണം ഇന്ന് എനിക്കെല്ലാം നഷ്ടപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം തിരികെ തന്നുകൊണ്ടിരിക്കുന്നത് ബയോട്ടോറിയമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ബയോട്ടോറിയത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും നഷ്ടങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ കാലത്ത് ഇത്രയും കാലം ജീവിച്ചു പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടാണ് പോന്നിട്ടുള്ളത്. എന്നാൽ ബയോട്ടോറിയം ബിസിനസ്സിൽ വന്ന സമയത്ത് നമ്മളെല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പരാധീനതകൾ, സാമ്പത്തികമായിട്ടുള്ള ഇല്ലായ്മകളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തലകുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നത്
സാമ്പത്തികമായ പ്രതിസന്ധികളാണ്. ഞാൻ ചെയ്ത ബിസിനസ്സുകളിൽ നിന്നെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ എനിക്ക് നേരിടേണ്ടി വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടം, ആ കടബാധ്യതകൾ വീട്ടാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ ഈ ബിസിനസ് ആക്റ്റീവായിട്ട് ഏറ്റെടുത്ത് ഞാനിപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീനത്തോട് ഞങ്ങൾ ഒരുമിച്ച് ആണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പാർട്ണർഷിപ്പായിട്ട് ഈ ബിസിനസ്സിലൂടെ ഏകദേശം 40 ലക്ഷം രൂപയോട് അടുക്കുന്ന ഒരു വരുമാനം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മേടിക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെ വന്നിട്ടുള്ള നിരവധി വ്യക്തികൾ, ഇന്ന് ഈ സൂമിൽ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട സിറ്റി മാഡം അടക്കം നിരവധി വ്യക്തികൾ വരുമാനം, ചെറുതും വലുതുമായ വരുമാനം 1000 രൂപ മുതൽ ലക്ഷക്കണക്കിന് 10 ലക്ഷം രൂപയിലധികം വരുമാനം മേടിച്ച ഡീലേഴ്സ് വരെ എന്റെ കൂടെ ആക്റ്റീവായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. എനിവേ, ഇതാണ് എന്റെ പയറ്റോറിയത്തിലെ ഒരു ജേണി എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പലപ്പോഴും പയറ്റോറിയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ വരുമാനമായിരിക്കാം ഞാൻ നേടിയിട്ടുണ്ടാവുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ കിട്ടിയ വരുമാനം വളരെ വലുതാണ്. കാരണം വളരെ വലുതാണെന്ന് പറയാൻ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു. ഇതിൽ കിട്ടിയ വരുമാനവും ഇതിൽ കൂടെ കിട്ടാൻ പോകുന്ന വരുമാനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് ഏറ്റവും ഏറ്റവും കാരണം ഒറ്റയ്ക്ക് പണിയെടുത്താൽ നമുക്ക് വിജയിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ വരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. അങ്ങനെ സപ്പോർട്ടിങ്ങിലൂടെ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വരുമാനം കിട്ടുന്നത്. അതാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെ സിജി മാഡം പറഞ്ഞു. സിജി മാഡത്തെ കുറിച്ച് തുടക്കം തന്നെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, പയറ്റോറിയത്തിലെ ഏറ്റവും വലിയൊരു ട്രെയിനറായിട്ട് മാറും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട MC ചെയ്ത എന്റെ പ്രിയ സഹോദരി സിജി മാഡം. വളരെ വളരെ ഞാൻ എന്റെ നാക്ക് കരുതാക്കാണെന്ന് പറയാറുണ്ട്, പറയുന്നത് ഫലിക്കാറുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ എഴുതി വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് സൂമിൽ പല ദിക്കിൽ നിന്നും, പല ജില്ലകളിൽ നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട്. അപ്പോ ഇന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞ മാഡത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഉറപ്പിച്ച കാര്യമാണ്. കാരണം ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാവ് എന്നുള്ളത്. ഈ നാവ് നന്നായാൽ നമ്മൾ നന്നായി എന്നുള്ളതാണ്. നാവ് നന്നാകാത്തത് കൊണ്ടാണ് പല ആളുകളും ബിസിനസ്സിൽ വിജയിക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ നാവ് നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ ഒരുപാട് തിയറികളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത, മഹാനവമി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകളുള്ള ദിവസമാണ്. ഇന്നൊരുപാട് കുഞ്ഞുമക്കൾ ഹരിശ്രീ കുറിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ദിവസവും ഹരിശ്രീ കുറിക്കുന്ന ആളുകളാണ്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഇന്ന് എല്ലാ ദിവസവും സൂമിലൂടെ ആളുകൾ പങ്കുവെക്കാറുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ആദ്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നതാണ്. ചില അനുഭവങ്ങൾ, ചില വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാറുണ്ട്. ചില ആളുകളുടെ, ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട തങ്കമണി മാഡം ഇന്നലെ നമ്മളോട് സംസാരിച്ചു, അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. ഓരോ മനുഷ്യരും നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യരാണ്, അവരുടെ ജീവിതാനുഭവങ്ങളാണ് ആ തീച്ചൂളയിൽ നിന്നും, ആ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങളാണ് അവരെ കൂടുതൽ കൂടുതൽ കരുത്തുറ്റതായിട്ട് മാറ്റുന്നത്. ഒരു ഇരുമ്പ് അതിനെ കൂടുതൽ ചൂടാക്കി അതിനെ അടിച്ച് പഴുപ്പിച്ച് അതിനെ വേറെ ഒരു ആയുധമാക്കി മാറ്റുന്നത് പോലെ അങ്ങനെ നമ്മുടെ പാകപ്പെടുത്തലുകളാണ് ഇന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നുള്ളത്. അങ്ങനെ പാകപ്പെടുത്താനായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഒരു തുടക്കമാവട്ടെ എന്നാണ് നിങ്ങളോട് തുടക്കത്തിലേ പറയാനുള്ളത്. അപ്പൊ സിറ്റി മാഡത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണ്. ഈ ബിസിനസ്സിലൂടെ വലിയ ലെവലിലേക്ക് മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനെ മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത് പഠിക്കുന്ന ആളുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട സലീമിക്ക ഈ സൂം പ്ലാറ്റ്ഫോം ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചിറ്റിയുടെയൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ സൂം ആരംഭിക്കുന്നത് തന്നെ.
ഒരു ചെറിയ കുഞ്ഞു കുട്ടിയെ പോലെ ഈ ബിസിനസ്സിലൂടെ ഒരു എഴുതിയോ മറ്റു കാര്യങ്ങളോ ചെയ്തു വെച്ചിട്ടല്ല നമ്മുടെ പ്രിയപ്പെട്ട സലീമിക്ക ഓരോ കാര്യങ്ങൾ മാഗ്നറ്റിസത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന പല കാര്യങ്ങളും അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ സയൻസും ഇതിന്റെ ശാസ്ത്രവും ഒക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതമാണ്. കാരണം അദ്ദേഹത്തിന്റെ മെമ്മറിയാണ്, അദ്ദേഹം പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു ത്വരയാണ് അദ്ദേഹത്തെ അത് പറയിപ്പിക്കുന്നത്. പല ആളുകളും നമുക്ക് പ്രായമായി ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ഈ പറയുന്ന ദിവസം നമ്മുടെ ആ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കണം എന്നുള്ളതാണ്. അത് പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ കാണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സലീമിക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? ചെറിയ പ്രായമുള്ള ആളുകളുണ്ട്, 50 വയസ്സിൽ താഴെയുള്ള ഒരുപാട് ആളുകൾ, 30 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള ആളുകളുണ്ട്, 40 വയസ്സും ഉള്ള ആളുകൾ, 20 വയസ്സുള്ള ആളുകളും ഉൾപ്പെടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചേർന്നത്. ചില ആളുകൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം 76 വയസ്സിൽ സാക്ഷരതാ മിഷനിലൂടെ ആദ്യമായി പരീക്ഷ എഴുതിയ ആ അമ്മയുടെ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഏത് പ്രായത്തിലും നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. നമ്മുടെ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്ന ഇന്നത്തെ വിദ്യാരംഭ ദിവസത്തിൽ നമുക്ക് പഠിക്കാനും ഉള്ള കാര്യം പ്രധാനപ്പെട്ടത് വിദ്യാധനമാണ്, സർവ്വധനാൽ പ്രധാനം. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക. കാരണം അങ്ങനെ പഠിച്ച് എടുക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്, അല്ലെ? നമ്മൾ പഠിക്കാത്തൊരു കാര്യം നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കാനായിട്ട് തയ്യാറാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്മൾ ഈ മേഖലയിൽ എക്സ്പെർട്ടായിട്ട് മാറുക എന്നുള്ളത്. എക്സ്പെർട്ടായിട്ട് മാറാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖലയിൽ നിന്നും 1 രൂപ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ഒരു എക്സ്പെർട്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖലയിലും അദ്ദേഹത്തിന് സക്സസ് ആവാൻ വേണ്ടി കഴിയില്ല. നമുക്ക് ഈ മേഖലയിൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കാനില്ല. നമ്മുടെ നാട്ടിൽ പല ജോലികളും ചെയ്യുന്ന ആളുകളുണ്ട്. പല ജോലികളും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട MC ആയിരുന്ന നമ്മുടെ സിജി മാഡം നഴ്സിംഗ് പഠിച്ച് ഒരു 3-4 വർഷം നഴ്സിംഗ് പഠിച്ചതിന് ശേഷം അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു കാലഘട്ടം ആ ഒരു 1 ഇയർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചുരുങ്ങിയ വേതനത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ശമ്പളം കിട്ടുന്നത്. അല്ലെങ്കിൽ ചെറിയ ശമ്പളം തന്നെ ആയിരിക്കും. ഒരു 5-10 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് വലിയ ശമ്പളം ആ മേഖലയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ പറയുന്നത് ആ 10 വർഷം എടുക്കുന്ന ആ ഒരു പഠനം ആണ് ഒരു നഴ്സിനെ ഒരു വലിയ ശമ്പളക്കാരിയാക്കി മാറ്റുന്നതെങ്കിൽ ഒരു ഡോക്ടറെയും അതുപോലെ തന്നെയാണ് ഒരു എഞ്ചിനീയറെയും പറയാറുള്ളത്. എന്റെ പോരായ്മകളെ കുറിച്ച് ഞാൻ ബോധവാനാകുമ്പോഴാണ് എനിക്ക് തിരുത്താൻ കഴിയുന്നത്. ഞാൻ പൂർണ്ണനായ ഒരു മനുഷ്യനല്ല, എനിക്ക് പോരായ്മകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും പോരായ്മ. എന്റെ പോരായ്മകളെ എന്നോട് രഹസ്യമായി പറയാനായിട്ടും എന്റെ നന്മകളെ പരസ്യമായി പറയാനായിട്ടും നിങ്ങൾ എന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അന്നു മുതൽ നിങ്ങളുടെ ബൈട്ടോറിയത്തിലുള്ള സക്സസ് ആരംഭിച്ചു എന്നുള്ളതാണ്. പല ആളുകളും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ക്രോസ് ലൈനിലുള്ള ആളുകളെ വിളിച്ചിട്ട് നെഗറ്റീവ് പറയുന്നതിനും നെഗറ്റീവ് കേൾക്കുന്നതിനുമാണ് ഇഷ്ടം, അല്ലെ? ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അതാണ്. എന്റെ ക്രോസ് ലൈനിലുള്ള ആളുകളാണ് ഹംസ സാർ, എന്റെ ലവ് ലൈൻ എന്ന് പറയാം. ക്രോസ് ലൈൻ എന്നല്ല, ലവ് ലൈൻ എന്നാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് നിരന്തരമായി നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ലവ് ലൈനിലുള്ള നമ്മുടെ മിനീഷ് സാറ്, നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്റെ നെഗറ്റീവ്സ് ആണ്, ബിസിനസ്സിലെ നെഗറ്റീവ്സ് ആണ് പങ്കുവെക്കുന്നതെങ്കിൽ എന്റെ പരാജയം അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ലവ് ലൈനിലുള്ള ആളുകളോട്, നമ്മുടെ ക്രോസ് ലെഗിലുള്ള ആളുകളോട് പോസിറ്റിവിറ്റി പറയാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ട, അങ്ങനെ ആരും സംസാരിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടത്. ഹംസ സാറ് മണ്ണാർക്കാട് വിജയിക്കുന്ന സമയത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാം, അവിടെ ഒരു വ്യക്തി മണ്ണാർക്കാട് 1 കോടി രൂപ മേടിച്ച ആളുകളുണ്ട്, അല്ലേ? മനോജ് സാർ തൃപ്പൂണിത്തറയിൽ വിജയിച്ച സമയത്ത് എനിക്ക് കാണിക്കാൻ മനോജ് സാർ തൃപ്പൂണിത്തറയിലുള്ള ഒരു വ്യക്തിയാണ്. എന്റെ പ്രിയപ്പെട്ട സലീമിക്ക കൊടുങ്ങല്ലൂരിൽ വിജയിക്കുമ്പോൾ എനിക്ക് പറയാം, കൊടുങ്ങല്ലൂരിൽ 1 കോടി രൂപ വാങ്ങിച്ച ആളുണ്ട്. കണ്ണൂരിൽ മിനീഷ് വടകരയിൽ മിനീഷ് സാർ വിജയിക്കുന്ന സമയത്ത് എനിക്ക് കാണിക്കാൻ അവിടെ ആളും.
കണ്ണൂരിൽ വിജയിക്കുന്ന ആളുകളെ എനിക്ക് അവിടെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഏത് പ്രദേശത്തും ബയോട്ടോറിയത്തിന്റെ ഒരു സക്സസ് ആയിട്ടുള്ള ആളുണ്ടാവേണ്ടത് എന്റെ കൂടി ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് മാറാൻ കഴിയുന്നു. അന്ന് മുതൽ നമ്മൾ പോസിറ്റിവിറ്റി ആയി അല്ലെ സംസാരിച്ചു തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രയാസമുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ എന്താ, നമ്മുടെ ടീമിലുള്ള ആളുകളോട് ഞാൻ പോസിറ്റീവായി സംസാരിക്കും, അപ്പുറത്തെ ലൈനിലുള്ള ആളുകളോട് ഞാൻ നെഗറ്റീവ് സംസാരിക്കും എന്നതാണ്. പക്ഷേ നിങ്ങൾ ഇതിന്റെ ഒരു 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 തിക്ത അനുഭവം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ റിക്വസ്റ്റ് ആണ്. അങ്ങനെ നമുക്ക് മാറാൻ വേണ്ടി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്താതെ മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകളും അവന്റെ പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും അവനെ താറടിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും ബയോട്ടോറിയത്തെ സംബന്ധിച്ച് അത്ര ഒരു നല്ല കാര്യമല്ല. നമ്മളെല്ലാവരും അങ്ങനെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ബിസിനസിന്റെ പാർട്ടാണ്. കാരണം എല്ലാ മനുഷ്യരും ഇതിൽ വിജയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളതാ. എല്ലാവരും ചെയ്യേണ്ടത് ഒരേ പ്രവൃത്തി തന്നെയാണ്. ഇനി ഇപ്പുറത്തെ സ്ഥാനത്ത് നിന്ന് നീ അപ്പുറത്തേക്ക് വരൂ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോൾ ആ ഇപ്പുറത്തെ സ്ഥാനത്ത് നിന്ന് അപ്പുറത്തേക്ക് വന്നാലും സെയിം പണി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ ഈ അക്കരെ പച്ച തേടി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്കരെ പച്ച നമുക്കറിയാം, പലപ്പോഴും കേട്ടിട്ടുണ്ട്. അക്കരെ പച്ച തേടി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോയിട്ടുള്ള ആരെ എടുത്ത് നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കൂ, അവരെയൊക്കെ പല 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 പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കരെയല്ല, നമുക്ക് നിന്ന് ഈ ബിസിനസ്സിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മനോജ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബിസിനസ്സിൽ വിജയിച്ച സമയത്ത് അദ്ദേഹം ഒരു ടീമും തേടി പോയിട്ടില്ല. അദ്ദേഹത്തിന് ഈ ബിസിനസ് കിട്ടി, അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നമ്മൾ എന്ന് നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്താനായിട്ട് തയ്യാറാവുന്നു, അന്നു മുതൽ നമ്മുടെ സക്സസ് ആരംഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കഴിവില്ലാതെ നമ്മുടെ പാർട്ടില്ലാതെ ഈ ബിസിനസ്സിൽ വിജയിക്കുമെന്ന് ആരെങ്കിലും ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയണം. ഒരുപാട് കഴിവൊന്നും ഇവിടെ വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഒരുപാട് കഴിവൊന്നും വേണ്ട. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് തുടക്ക സമയത്ത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കത്തിക്കേണ്ട സമയം ടേക്ക് ഓഫിന്റെ സമയത്താണെന്ന് പറയും. ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് ഒരു പേപ്പട്ടിയുടെ മനോഭാവത്തോടു കൂടി നമ്മൾ പെരുമാറുക അല്ലെങ്കിൽ നമ്മൾ ഇടപെടുക എന്നുള്ളത്. പേപ്പട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ, കാണുന്നത് എല്ലാത്തിലിട്ടും കടിക്കും, ചിലപ്പോ എല്ലാത്തിലിട്ടും കടിക്കും. അവിടെ ഒരു പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഒരിക്കലും ഒരു നന്നായി കുരച്ചുകൊണ്ടിരുന്ന ഒരു പട്ടി നന്നായി കുരക്കും, നന്നായി കടിക്കുകയും ചെയ്യും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം കടിക്കും. ഒരു ചെറിയൊരു കഥയുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കഥയിൽ. ആ പട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ കടിയോട് കടി. ഒരു വ്യക്തി ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നതിന് ശേഷം ആ പട്ടി കടി നിർത്തി. കാരണം എന്താണ് ഈ കടി നിർത്തിയതെന്ന് ചെയ്യാൻ മൃഗഡോക്ടറിന്റെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഇതിന്റെ പല്ല് 2 ഇളകിപ്പോയിട്ടുണ്ട്. ആ ഭിക്ഷക്കാരനെ കടിച്ചതിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ്. അപ്പൊ ആ ഭിക്ഷക്കാരനെ അന്വേഷിച്ച് വീട്ടുടമസ്ഥൻ ചെന്ന് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കാല് മരക്കാലായിരുന്നു എന്നുള്ളതാണ്. ആ മരത്തിലിട്ട് ആ പട്ടി കടിച്ച സമയത്താണ് ഈ പല്ല് ഇളകിപ്പോയത്. അതിനുശേഷം ആ പട്ടി കടി നിർത്തി എന്നുള്ളതാണ്. അപ്പൊ ഈ അങ്ങനെ ചില ആളുകൾ ഇത് സംഭവിക്കാറുണ്ട്. നമ്മളൊരു പേപ്പട്ടിയുടെ മനോഭാവമായിരിക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിൽ കാണുന്നത് എല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ കടി നിർത്തേണ്ട ആളുകളല്ല, നമ്മൾ കടിച്ചു തുടങ്ങേണ്ട ആളുകളാണ്. എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഈ റോട്ടിലേക്ക് ഇറങ്ങിയാൽ, ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഓപ്പർച്യൂണിറ്റികളുടെ ബഹളമാണ്. നമ്മൾ ആള് തീർന്നു പോയിട്ടൊന്നുമില്ല. നാട്ടിൽ ഒരുപാട് മനുഷ്യരുണ്ട്. അവരോട് ഇത് പറയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളത്. എളുപ്പ വഴികൾ അന്വേഷിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ സക്സസ് ആവാനുള്ള ചാൻസ് ഇല്ല. എളുപ്പ വഴികളൊന്നും ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. എളുപ്പ വഴി ആകെയുള്ളത് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുക, ആളുകളെ പറയുന്ന റിജക്ഷനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. റിജക്ട് ചെയ്യും ആളുകൾ, നമ്മൾ അത് കാണുക. നമ്മൾ ഈ ബിസിനസ് പറയുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചില്ല. ഞാൻ ഏകദേശം ഒരു 100 സെയിൽസിനോട് അടുക്കുന്ന സെയിൽസുകൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 100 സെയിൽസിന് വേണ്ടി 400 ആളുകളോട് ഈ ബിസിനസ്സിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 400 ആളുകളോട് പറഞ്ഞ സമയത്താണ് 100 ആളുകൾ തന്നത്. അതിലൊരു വ്യക്തി പോലും എന്റെ വീട്ടിലേക്ക് രാവിലെ ഒരു 9,800 രൂപ എനിക്കൊരു പ്രൊഡക്റ്റ് തരുമോ എന്ന് ചോദിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ വരാൻ ചാൻസും ഇല്ല എന്നുള്ളത്. ഇവിടെ ചികിത്സ എടുത്ത ആരെ നോക്കിയാലും അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തങ്കമണി മാഡത്തിന്റെ വീട്ടിലൊരു തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാൾ 10-700 കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ളതാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന പ്രക്രിയ എന്ന് വെച്ചിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടപ്പനായിട്ട് ഇരുന്ന് അടുത്ത വീട്ടിൽ ആളുകൾ കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊണ്ടുവന്ന് തരില്ല എന്നുള്ള. നമ്മൾ ഇറങ്ങി പുറപ്പെടുക, നമ്മൾ ചെന്നിട്ട് ആളുകളോട് ഇതിനെ കുറിച്ച് പറയുക. അങ്ങനെ നൂറുകണക്കിന് ആളുകളോട് പറയുമ്പോൾ ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള 2 വ്യക്തികൾ മതിയിട്ടാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ. നിങ്ങൾ ഒരുപാട് വലിയ തലമുണ്ടാക്കേണ്ട ഒരു പരിപാടിയും ഇല്ലാന്നതാണ്. ഞാൻ ആവശ്യക്കാരനാണ്. ഞാൻ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച വേറൊരു മാർഗമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ല, മുന്നോട്ട് പോകുന്നതിന് മറ്റൊരു മാർഗമില്ലാത്ത സമയത്ത് ഈ ബിസിനസ്സിനെ ഞാൻ ഏറ്റെടുക്കുന്നത് ആ രീതിയിലാണ്. നമുക്ക് പല ആളുകളും വളരെ ലാഘവത്തോടുകൂടി മറ്റേത് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ് ഈ ബിസിനസ്സിൽ ഇറങ്ങിയ ഒരു ചട്ടിയും കിട്ടാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സാണ് എന്റെ, ഈ ഗാന്ധിജി പറഞ്ഞ പോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ എന്റെ ജീവിതമാണ് വയറ്റോറി. ഇങ്ങനെ ആർക്കൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നോ അവർക്കാണ് ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. റിജക്ഷൻ ഒക്കെ ഉണ്ടാവും. 2 വ്യക്തികൾ മതി നിങ്ങളുടെ ലൈഫിൽ ഈ ബിസിനസ് മാറിയാൻ. എന്റെ പ്രിയപ്പെട്ട പാർട്ട്ണർ നമ്മുടെ യൂനസ് ഭായ് ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ്സിലേക്ക് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു 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 മൂവ്മെന്റ് ആണ് ആ തുടക്ക സമയം മുതൽ ഈ സമയം വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ ആവശ്യക്കാർ, ഞാൻ 10 ലക്ഷം രൂപയുടെ ലൈബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 30 ലക്ഷം രൂപയുടെ കടത്തെ കുറിച്ച് പറയും. ഞാൻ ഒരു കാർ മേടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനേക്കാൾ 10 ഇരട്ടി വിലയുള്ള പൈസ ആവശ്യമുള്ള കാർ വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറയും. അങ്ങനെ എന്നേക്കാൾ ആവശ്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ, ഇപ്പോ ഇന്നലെ പ്രോഗ്രാം ചെയ്ത പ്രിയപ്പെട്ട തങ്കമണി മാഡം പറയുന്നത് 50 ലക്ഷം രൂപയുടെ 50 കോടി രൂപ 50 ലക്ഷമല്ല സോറി 50 കോടി രൂപ അക്കൗണ്ടിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മുടെ 2 വ്യക്തികൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നു അന്ന് നിങ്ങളുടെ ബിസിനസ് ആരംഭിച്ചെന്നുള്ള. ഞാൻ 2 പേരെ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇന്നിപ്പോ എന്റെ കൂടെ വളരെ ആക്റ്റീവായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വ്യക്തികൾ, നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചി ഈ ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞാൻ ഇതിൽ കാണുന്ന ആളുകളൊക്കെ പറയാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്കും അങ്ങനെ വരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളുടെ ബിസിനസ്സിലേക്കും അത്തരത്തിലുള്ള ആളുകൾ എന്ന് വരുന്നു 2 വ്യക്തികൾ, ആ വ്യക്തികൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയം മുതൽ നമ്മുടെ ബിസിനസ് റോക്കറ്റ് വേഗതയിൽ പോകും എന്നുള്ളതാണ്. ആ 2 വ്യക്തികൾ വരാൻ ചിലപ്പോൾ ഒരു വർഷം എടുക്കും, ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 3 വർഷം എടുക്കും, ചിലപ്പോൾ ഇന്ന് ആരംഭിച്ച് നാളെ തന്നെ വന്നേക്കാം. ഇന്ന് ആരംഭിച്ച് നാളെ തന്നെ ഒരുപക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നേക്കാം. നമ്മൾ എന്നന്ന് ആ വ്യക്തി വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഏറ്റെടുക്കുന്ന വ്യക്തികൾ എന്ന് നമ്മുടെ ബിസിനസ്സിൽ വരുന്നു അന്ന് തുടങ്ങി നമ്മുടെ സക്സസ് ആരംഭിച്ചു. അവന് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ വാക്ക് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും നമുക്ക് അങ്ങനെ മാറാൻ വേണ്ടി കഴിയണം. ഇങ്ങനെയുള്ള വ്യക്തികൾ വന്നാലും ചില ആളുകൾ വിജയിക്കാതെ പോകുന്നു അല്ലെ? ആക്റ്റീവായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ വന്നാലും ചില മനുഷ്യർ പരാജയപ്പെട്ടു പോകുന്നു. ഇല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ എന്ന് ചോദിക്കും. സംഭവിക്കാം. അവിടെയാണ് ഞാൻ തുടക്കം പറഞ്ഞ നമ്മുടെ നാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഷ്ടമില്ലാത്ത ഒരാളുടെ നെഗറ്റീവ്സ് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാം, ഒരാളുടെ പോരായ്മകൾ നമുക്ക് പങ്കുവെക്കാതിരിക്കാം, അദ്ദേഹത്തിന്റെ പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ ശ്രമിക്കാം. അങ്ങനെ പോസിറ്റിവിറ്റി കാണുന്നതും അങ്ങനെ സംസാരിക്കുന്നതും ആളുകളായി നമ്മൾ ഓരോരുത്തരും ബയോട്ടോറിയത്തിന്റെ ലീഡേഴ്സ് മാറുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ എന്നുള്ളത് വലിയ ലെവലിലേക്ക് മാറും. ഒരു സംശയവും വേണ്ട. വരുന്ന ഈ ഒരു വർഷം കൊണ്ട് ബയോട്ടോറിയത്തിൽ എടുക്കാൻ വേണ്ടി പോകുന്നത് വലിയ ഒരു ബൂമിംഗ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടട്ടാ. ഒരു കുളത്തിൽ ഒരു പായലിട്ടാൽ ഒരു ദിവസം ഒരു പായലിട്ട് പിറ്റേ ദിവസം അത് 2ആയി, പിറ്റേ ദിവസം അത് 4ആയി, പിറ്റേ ദിവസം അത് 8ആയി. ഒരു കുളത്തിൽ ഒരു 15 ദിവസം കൊണ്ട് പകുതി പായലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര ദിവസം വേണം ആ കുളം നിറയാനായിട്ട്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. ഒരു 15 ദിവസം കൊണ്ട് ആ കുളത്തിലെ പായലുകൾ പകുതിയായി എങ്കിൽ എത്ര ദിവസം വേണം?
ഒരു ദിവസം കൊണ്ട് ഫുള്ളാവും. 30 ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഫുള്ളാവും. ഒരു ദിവസം മതി. വളരെ വളരെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ഒരു ദിവസം മതി. ഒരു ദിവസം, ഒരേ ഒരു ദിവസം കൊണ്ട് ആ കുളം മുഴുവൻ നിറയും എന്നുള്ളതാണ്. ഒറ്റ ദിവസം മതി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ കൂട്ടായ്മകൾ അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോ ബയോട്ടോറിയം എത്തി നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ലെവലിലേക്കാണ്. ഇനി വരുന്ന സെയിൽസുകളും ആ നിലക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് കേരളത്തിൽ ഏറ്റവും ശക്തമായി മാറാൻ വേണ്ടി പോകുന്ന സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അച്ചീവേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 50,000, 1 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും ഒക്കെ മേടിച്ച ആ 100 കണക്കിന് ആളുകളായിക്കൊണ്ടിരിക്കുന്നു. ഇനി ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ലെവലിലേക്ക് പോകുന്നു. എന്റെ സ്ഥാനം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വിദ്യാരംഭ ദിവസത്തിൽ ഇന്നത്തെ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ എഴുതാനും നമ്മളെ വായിക്കാനും നമ്മളെ തിരുത്താനും ഉള്ള കഴിവ് ഉള്ളത് നമുക്ക് തന്നെയാണ്. ആ നമ്മളെ എഴുതാനും നമ്മളെ വായിക്കാനും നമ്മളെ തിരുത്താനും ഒക്കെ നമുക്ക് കഴിയണം. കാരണം നമ്മളെ കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മൾ മാത്രമാണ്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. നമ്മളെ കുറിച്ച് ഏറ്റവും അധികം അറിയുന്നത് നമ്മളെയാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത് എന്നെ കുറിച്ച് അറിയുന്നത് എനിക്കാണ്. ഞാൻ എന്റെ ആ ഒരു ഇഷ്ടത്തെ, എന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്നുള്ളത് ഒരു ഉറക്കമായിരുന്നു. ഉറങ്ങി ഇത്രയും കാലം ഞാൻ ഉറങ്ങി. ഉറക്കത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് അലാറം സെറ്റ് ചെയ്തു. ഒരു 4 മണി സമയത്ത് എത്ര മണിക്കൂന്ന് കിടന്നുറങ്ങിയാലും 3 മണിക്ക് കിടന്നുറങ്ങിയാലും ഞാൻ 4 മണി 4:30 മണിക്കുള്ളിൽ എഴുന്നേൽക്കണം എന്നുള്ളത് എന്റെ ഒരു ഉപബോധ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ടയർഡായി പോവാറുണ്ട്. പലപ്പോഴും എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. പക്ഷെ എന്റെ ഉപബോധ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ഈ സമയത്ത് എഴുന്നേൽക്കണം. കാരണം എന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ പാകപ്പെടുത്തുകയാണ്. എന്റെ പോരായ്മകൾ ഞാൻ പരിഹരിക്കുകയാണ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ഒരു സമയത്ത് ഈ സൂമിന്റെ ഭാഗമായിട്ട് കയറാൻ വേണ്ടി കഴിയുന്നത്. ഈ സൂമിൽ സംസാരിക്കുന്ന ആളുകൾ മിനിമം ഒരു 5 മണിക്ക് സമയത്ത് എഴുന്നേൽക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ച് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനും അതേ രീതിയിൽ എഴുന്നേറ്റ്, ഇപ്പൊ സിജി മാഡം ആണെങ്കിലും എഴുന്നേറ്റ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എഴുന്നേറ്റിരുന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർട്ട്, ഈ ബിസിനസ്സിൽ നമ്മുടെ ഒരു പാർട്ടുണ്ട്. നമ്മൾ അറ്റൻറ്റീവായിട്ട് ഇരിക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം. കാരണം നമുക്കിതെല്ലാം സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. തുടക്കത്തിൽ സലീമിക്ക പറഞ്ഞ പോലെ സൗജന്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് അതിരാവിലെ എഴുന്നേൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആയിട്ടില്ല. 5 AM ക്ലബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ജീവിതത്തിൽ സക്സസ് ആയ ആരെ വേണമെങ്കിലും എടുത്തു നോക്കാം. ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും അതിരാവിലെ എഴുന്നേറ്റിട്ടുള്ള ആളുകളാണ്. 5 മണി സമയം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ആ ഒരു ആരംഭിക്കുന്നത് അതിരാവിലെ എഴുന്നേൽക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആവാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാം. അപ്പൊ ഇന്നു മുതൽ നമ്മളൊരു തീരുമാനമെടുക്കുക. എന്റെ വിദ്യ ആരംഭം ആ ഒരു നിലക്കാണ്. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുമെന്ന് തീരുമാനിക്കുക. 5 മണിക്ക് എഴുന്നേൽക്കുമ്പോ എന്ത് ചെയ്യാനാണ്? അത് സ്വാഭാവികമായിട്ട് ചില ആളുകൾ ചിന്തയുണ്ട്, ഞാൻ 5 മണിക്ക് എഴുന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. നമ്മൾ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു പേജെങ്കിലും ഒരു പുസ്തകത്തിന്റെ വായിക്കാൻ അറിയാവുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ. നമ്മളെ സംബന്ധിച്ച് സക്സസ് ആവുന്നതിനുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ 2 താളുകൾ എടുത്ത് വായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് ആരംഭിച്ചു എന്നുള്ളതാണ്. സക്സസ് ആയിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. സക്സസ് ആയിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഒരുപാട് ചിട്ടകളുണ്ട്. ആ ചിട്ടകളെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്കും സക്സസ് ആവാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം സക്സസ് ആയിട്ടുള്ള ആളുകൾ പിന്തുടരുന്ന പാതയെ നമ്മൾ പിന്തുടരുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾക്കും അതേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ് ഇവിടെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് ആശയങ്ങൾ വരും, ഒരുപാട് ആശയങ്ങൾ വരും. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്റെ ഒരു സെർച്ച് ഹിസ്റ്ററി, ഒരു ബയോട്ടോറിയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള എന്റെ സെർച്ച് ഹിസ്റ്ററിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്.
പല എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെർച്ചിങ് എന്നുള്ളത് എങ്ങനെ കിഡ്നി വിൽക്കാം എന്നുള്ളതായിരുന്നു. കാരണം എന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച്, എന്റെ കടബാധ്യതകൾ അനുസരിച്ച് എനിക്ക് മരിക്കാനായിട്ട് പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ചും നമ്മുടെ സാഹചര്യത്തെ കുറിച്ചും, എന്റെ മക്കള് ആത്മഹത്യ ചെയ്ത ഒരു പിതാവിന്റെ മക്കൾ എന്ന നാളെ അറിയപ്പെടും, ഒരു തല മുമ്പിട്ട് അവർക്ക് നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് പല സമയത്തും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ സെർച്ച് ഹിസ്റ്ററി അതായിരുന്നു, കിഡ്നി എവിടെ വിൽക്കാം, എങ്ങനെ വില കൂട്ടി വിൽക്കാം എന്നൊക്കെയായിരുന്നു ഞാൻ എന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഈ ബിസിനസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ മനുഷ്യൻ ചിന്തിക്കും, പല രീതിയിൽ മനുഷ്യന്റെ ചിന്തകൾ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. പല ആളുകളും ചിന്തിക്കാറുണ്ട്, നമുക്ക് ഇനി എന്റെ ജീവിതം മുന്നോട്ട് പോകില്ല, അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ, ഇപ്പോ മാസാവസാനം പല ആളുകളും ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ മക്കളുടെ ഫീസ് കൊടുക്കാനില്ലാതെ, നമ്മുടെ നിത്യ ജീവിതത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനില്ലാതെ, പല വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വാടക കൊടുക്കാനില്ലാതെ, പല EMI-കൾ, നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു EMI-ലാണ് അല്ലെ. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് പോലെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. കാരണം ഈ സാമ്പത്തിക ബാധ്യതകളാണ് നമ്മളെ പല ആത്മഹത്യകളിലേക്കും പല മനുഷ്യരെയും തള്ളിവിടുന്നത്. കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ ഒരുപാട് മനുഷ്യർ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അവർ കൊറോണ വന്ന് മരിച്ച മനുഷ്യർ മാത്രമല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അത്തരം മനുഷ്യർക്ക് കിട്ടാത്ത അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ജീവിതം ഉപേക്ഷിച്ചു പോയിട്ടുള്ള മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ആ അവസരം കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അതേ അവസരമാണ്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണം. നമുക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ദൈവികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിദ്യാരംഭ ദിവസത്തിൽ ആ പ്രൊഡക്റ്റ് മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കണം. നമുക്ക് ഇന്നു മുതൽ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയേ മതിയാവൂ എന്നുള്ള തീരുമാനം നമ്മൾ എടുത്ത് മുന്നോട്ട് പോയാൽ, ഒരു മനുഷ്യൻ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് മരണപ്പെടുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ എന്നുള്ളതാണ്. കൊല്ലാൻ തീരുമാനിച്ചിറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാൽ മുന്നിൽ അദ്ദേഹം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. നമുക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കും. നമ്മൾ തീരുമാനിച്ചാൽ നടപ്പിലാകാത്ത ഒന്നുമില്ല അല്ലെ. ലോകത്തിൽ മനുഷ്യൻ തീരുമാനിച്ചുറപ്പിച്ചാൽ അത് നടപ്പിലാകാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഭഗത് സിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. പുസ്തകങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം ഭഗത് സിംഗിനെ കുറിച്ച്. അദ്ദേഹം ജയിലിലടക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായി ചോദിച്ചത്, തന്റെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മരണത്തെ കുറിച്ച് ചിന്തിച്ച് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് പറയാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ആകെ ആവശ്യപ്പെട്ടത് എന്റെ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആ ആഗ്രഹം പങ്കുവെച്ച സമയത്ത് ഭരണാധികാരികൾ അന്ന് പറഞ്ഞത്, നിനക്ക് മാപ്പെഴുതി തന്നാൽ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. മാപ്പെഴുതി തന്നിട്ട് എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ മാപ്പപേക്ഷിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനായിരുന്നു ഭഗത് സിംഗ്. അമ്മയെ കാണാൻ ആഗ്രഹിച്ചു. അമ്മ ആ ജയിലിലേക്ക് കടന്നു വന്നു. അമ്മ വന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ആ ജയിലിന്റെ കമ്പികളിലൂടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മ പെട്ടെന്ന് ഒരു മകനേ ഉള്ളൂ. ആ മകനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ അമ്മ സ്വാഭാവികമായിട്ട് ഏതമ്മയും തന്റെ മകൻ മരണപ്പെടാൻ വേണ്ടി പോകുന്നുവെന്ന് ഉറപ്പിക്കുന്ന സമയത്ത് അവർ കരഞ്ഞുപോയി. അപ്പോ ഭഗത് സിംഗ് ദേഷ്യത്തോടു കൂടി അമ്മയോട് പറഞ്ഞു, എന്റെ ഒരു ആഗ്രഹം അമ്മയെ കണ്ട് പോവുക എന്നുള്ളതായിരുന്നു. എനിക്ക് ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നു. അമ്മയെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോ എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങൾ എന്താ ഇറങ്ങിപ്പോകൂ എന്ന് ശാഠ്യം പിടിച്ച മകനോട് അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ പ്രിയ ഭഗത്, ഞാൻ കരഞ്ഞത്
നീ മരണപ്പെടുന്നു, എന്റെ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നു എന്നോർത്തല്ല, നിന്നെ പോലത്തെ ഒരുപാട് മക്കളെ പ്രസവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഭഗത് സിംഗിനെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ ജീവിച്ച നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് തീരുമാനമെടുത്ത് ഉറപ്പിക്കണം. അങ്ങനെ രാജ്യത്തിന് വേണ്ടി മരിച്ച ആളുകൾ ഉള്ള നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ മരണത്തിന് വേണ്ടി തീരുമാനമെടുത്ത് പുറപ്പെട്ട ആളുകളൊന്നുമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാനും നിങ്ങൾ നടത്തുന്നത്. സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം നടത്താനായിട്ട് എനിക്കും നിങ്ങൾക്കും ഊർജമാകുന്നത് നമ്മുടെ അവഗണനകളായി മാറണം. നമ്മളെ പുച്ഛിക്കുന്നവരുടെ മുന്നിൽ, നമ്മളെ കളിയാക്കുന്നവരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കാൻ ഒരു ദിവസം കഴിയും. അങ്ങനെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമയം വരെ എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല വാല്യുബിൾ ആയിട്ട് ഇനി വിജയദശമി ദിവസത്തിൽ നമുക്ക് വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങള് വേണമെന്ന് മോട്ടിവേഷനിലൂടെ നമുക്ക് സാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പാലിക്കുവാൻ സാധിച്ചാൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം അല്ലെ. നമുക്ക് മുമ്പോട്ട് നമ്മളൊരു ലക്ഷ്യം ഇല്ലെങ്കിൽ ആ ആള് സക്സസ് അല്ല എന്ന് സാർ പറഞ്ഞു. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എത്ര പ്രതിസന്ധി പ്രയാസങ്ങള് എന്തൊക്കെ വന്നാൽ പോലും നമുക്ക് നമ്മുടെ പ്രതിസന്ധിയില് നമ്മൾ ഒന്നും പതറാതെ ഒരു വീഴ്ചയില് നമുക്ക് എഴുന്നേക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചം വരെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് സത്യം. അതിന് ഈ വിജയദശമി ദിവസങ്ങളിൽ നല്ല രീതിയിൽ വിജയിച്ച് ഇപ്പൊ എന്നെ പോലെ കടന്നു വന്നവരാകട്ടെ, വർഷങ്ങൾ നിൽക്കുന്നവരാകട്ടെ, ആരാണെങ്കിൽ പോലും ഇന്നൊരു ദിവസം തുടക്കം എന്ന രീതിയിൽ മുമ്പോട്ട് പരിശ്രമിക്കാൻ സാധിച്ചാൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നാളത്തെ പണി ഇന്നും, ഇന്നത്തെ പണി ഇപ്പോഴെന്ന ഒരു രീതിയിൽ ആ ഒരു ചിന്തയിലൂടെ മുമ്പോട്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അതിന് ആര് നെഗറ്റീവ് പറഞ്ഞാലും എന്ത് വന്നാലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഉറപ്പുണ്ട്. അതുപോലെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവിനെയും ഉൾക്കൊള്ളേണ്ടതില്ല. നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഒപ്പം ഗ്രേറ്റ് ലീഡേഴ്സ് അഭിലാഷ് സാറിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യല്ലേ സാറേ.